നമ്മൾ പോണത് മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോണത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ADY ഹിയർ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഊട്ടിയിലാണ്. അപ്പോൾ നമ്മൾ ഊട്ടിയിലൊരു റിസോർട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കവർ ചെയ്യാനാണ്. അപ്പോൾ റിസോർട്ടൊക്കെ അടിപൊളിയാണ്. ഇതാണ് നമ്മളെ ബാൽക്കണി, അതാണ് റൂം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിങ് സൈസ് ബെഡ്റൂമൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വല്ലാത്തൊരു വൈബ്, നല്ല വ്യൂ ഒക്കെ ആയിട്ട് ഞാൻ സീരിയസ് ആയി പറയാം. നല്ല വ്യൂവും പിന്നെ ഇവിടെ കുറേ സിറ്റിയൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ കാണാൻ വന്നിക്കാണ്. അപ്പോൾ നമുക്ക് നേരെ കുറേ സംഭവങ്ങളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നേരെ ഗൈസ്, അപ്പം ഇനി നമ്മൾ ബോട്ടിങ്ങിനൊക്കെയാണ് പോകുന്നത്. ഊട്ടിയിൽ കുറച്ച് സ്ഥലത്തേക്കൊക്കെയാണ്. എന്തൊക്കെ പേരൊന്നും എനിക്കറിയില്ല. അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അവിടെ ഒക്കെ പോയിട്ട് കുറച്ച് എൻജോയ് ചെയ്തിട്ട് ഇവിടേക്ക് തന്നെ വരാം. ഇവിടെ നല്ലൊരു സംഭവം കേട്ടോ, ഞാൻ സീരിയസ് ആയി പറയാണ്. ഇവിടെ നോക്കി, ഇവിടെ നല്ല പാർക്ക്, കുട്ടികൾക്കൊക്കെ പറ്റുന്ന പാർക്കുണ്ട്. പിന്നെ നമ്മൾ സാധാരണ വരില്ല, ഇവിടെ ഒരു ആരും പോവില്ലെങ്കിലും എന്നൊരു എന്താ പറയുക, ആംബിയൻസിനൊരു ജിമ്മുണ്ട്. കുറച്ച് എക്യുപ്മെന്റ്സ് ആണ്. പിന്നെ ഉള്ളത് പ്ലേ ഈ ഏരിയ, ഉണ്ട്, പിന്നെ മറ്റേ ഫുട്ബോളിൻ്റെ ഈ സംഭവം ഉണ്ട്. പിന്നെ ഉള്ളത് ഇതാണ് മറ്റേ നമ്മളെ പിങ് പോങ് ബോൾ. അത്യാവശ്യം ഞാൻ ഇത് നല്ലോണം കളിക്കൂട്ടോ, മനസ്സിലായി. അപ്പം നമുക്ക് നേരെ ചെയ്യാം. പിന്നെ ഗൈസ്, ഞാനൊരു ഐസ്ക്രീമും കൂടി കഴിച്ചായിരുന്നു. ഒരു ചോക്കോബാർ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. അതൊരു കിടുക്കാച്ചി സാധനം തന്നെ. അപ്പോൾ ഗൈസ്, നമ്മളെ ഊട്ടിയിലുള്ള സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയാക്കണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്ഥലത്ത് കവർ ചെയ്യാണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ റിസോർട്ടിൽ നിന്ന് തന്നെ കുറേ ഭക്ഷണം ഇതാണ് നമ്മളെ റൂമിൻ്റെ പുറം. അപ്പോൾ കുറച്ചും കൂടി ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ പുറത്ത് പോയി കഴിക്കണം, ഓർഡർ ചെയ്യണം. പക്ഷേ ഇത് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, നമ്മളെ ഫസ്റ്റ് കോഴ്സ് ഇതാണ്, ഫസ്റ്റ് ട്രിപ്പ് ഇതാണ്. കുറച്ച് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച്. ഇത് നമ്മളെ റൗണ്ട് 2 ആണ്, റൗണ്ട് 2. അപ്പോൾ ഗൈസ്, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ പോവാൻ നിൽക്കുകയാണ്. ഇവിടെ ചെക്കൗട്ട് ചെയ്യണം നമ്മളെ ഈ റിസോർട്ടിൽ നിന്ന്. ഒരു ദിവസത്തിന് വന്ന് ഇനി നേരെ കേരളയിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി സ്ഥലത്ത് പോകുന്നുണ്ട്. അത് ഇന്നലെ കുറേ സംഭവങ്ങൾ നമ്മൾ മിസ് ചെയ്തു. അപ്പോൾ ഇന്ന് ആ സ്ഥലത്തേക്കൊക്കെ പോവുക. അങ്ങനെ ഊട്ടി ട്രെയിൻ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട്. നമ്മൾ പോയിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ നമ്മൾ പോകാൻ പോണത് ഊട്ടി ട്രെയിന്, പിന്നെ നമ്മളെ തണ്ടർ വേൾഡ് ഒക്കെയാണ് ഊട്ടിയിൽ പോകുന്നത്. നമ്മളെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സംഭവങ്ങൾ കുറേ ഒന്ന് കവർ ചെയ്തിട്ട്, ഇന്നലെ കവർ ചെയ്യാത്ത സംഭവങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നമ്മളെ നാട്ടിൽ പോകണം. നാട്ടിൽ പോയിട്ട് അതാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ
ഗൈസ് ഇനി നമ്മള് കുതിര സവാരി ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ കുതിര സവാരി ചെയ്യാം. അപ്പൊ നമ്മള് കുതിര സവാരി ഒക്കെ കഴിഞ്ഞ് വന്നു. നല്ല ടയേർഡ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മള് പിന്നെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്തു, അങ്ങനെ പോയി. ഇനി നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം ഏതെങ്കിലും റെസ്റ്റോറന്റിൽ നിന്നായിരിക്കും. എന്നിട്ട് നമ്മൾ നേരെ കേരളയ്ക്ക് തന്നെ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. എന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പൊ ഗൈസ് നമ്മള് തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അത് നമ്മൾ പോണ വഴിക്കാണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയൊരു 4 മണിയൊക്കെ ആയി. ഞാൻ നല്ലോണം ഉറങ്ങി. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മള് ഊട്ടിന്ന് പോവാണ് നാട്ടിക്ക്. അപ്പോൾ അടിപൊളിയായിരുന്നു. It was a wonderful experience and the climate was really good and the ambience was wonderful. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയി അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഭക്ഷണം കഴിക്കാനും പോകണം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചും കൂടി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് നമുക്ക് പോവാം.